നമസ്കാരം, ഞാൻ ഗീത. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് രുചികരമായ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 400 ഗ്രാം കറിനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് മാറ്റിവെക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് 15 അല്ലി വെളുത്തുള്ളി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റാം. വെളുത്തുള്ളി 2ആയി മുറിച്ച് ചേർക്കണം. വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചുമന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഞ്ചി ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ 4 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ചെറിയ മുളകാണെങ്കിൽ 5ഓ 6ഓ എടുക്കാം. 3 തണ്ട് കറിവേപ്പില ചേർത്ത് എല്ലാം കൂടെ 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ചൂടാക്കണമെന്നില്ല, പച്ചവെള്ളം മതി. തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാം. 10 മിനിറ്റ് തിളപ്പിച്ച് നാരങ്ങ അച്ചാർ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നാരങ്ങയുടെ കയ്പും പുളിയും എരിവും ബാലൻസ് ചെയ്യാനാണ് ഇത് ചേർക്കുന്നത്. എന്നാലേ നാരങ്ങയുടെ യഥാർത്ഥ രുചി ലഭിക്കുകയുള്ളൂ. രുചികരമായ നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.